ഓർമ്മകൾ മനുഷ്യ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ചില ഓർമ്മകൾ സന്തോഷം പകരുമ്പോൾ മറ്റു ചിലത് മനസ്സിനെ വേദനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട്, ഒരു ദുരന്തം, അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിച്ചതിന്റെ ഓർമ്മ ഇവ മനസ്സിൽ നിന്ന് മായ്ക്കാൻ എളുപ്പമല്ല. ഇതുവരെ സൈക്കോളജിസ്റ്റുകൾ ഈ ഓർമ്മകളെ നേരിടാൻ തെറാപ്പി, കൗൺസിലിംഗ് തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇതിന് മാസങ്ങളോ വർഷങ്ങളോ എടുക്കാം. ഇപ്പോൾ ഒരു പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ഈ പ്രക്രിയ വേഗത്തിലാക്കാൻ സാധ്യത തെളിഞ്ഞിരിക്കുന്നു. ഈ രീതി വികസിപ്പിച്ചെടുത്തത് ഹോങ്കോങ്ങിലെ ഒരു മനഃശാസ്ത്ര ഗവേഷണ സംഘമാണ്. എന്താണ് ഈ രീതി? വ്യക്തിയെ ഉറക്കത്തിലേക്ക് ആഴ്ത്തിയ ശേഷം ചില പ്രത്യേക വാക്കുകളും ശബ്ദങ്ങളും കേൾപ്പിക്കുക എന്നതാണ് ഇതിന്റെ കാതൽ. ഉറക്കത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ തലച്ചോറ് ഓർമ്മകളെ പുനഃസംഘടിപ്പിക്കുന്നു. ഈ സമയത്ത് നെഗറ്റീവ് ഓർമ്മകളുമായി ബന്ധപ്പെട്ട വാക്കുകൾക്കൊപ്പം പോസിറ്റീവ് ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു അപകട ഓർമ്മയെ ശാന്തി എന്ന വാക്കുമായി ബന്ധിപ്പിക്കുന്നു. ഇത് നെഗറ്റീവ് പോസിറ്റീവ് പെയർ അസോസിയേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ തലച്ചോറിൽ യാതൊരു ഉപകരണങ്ങളും ഘടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. സങ്കീർണമായ ശസ്ത്രക്രിയകളോ മരുന്നുകളോ ഇല്ലാതെ ശബ്ദത്തിന്റെ ശക്തി മാത്രം ഉപയോഗിച്ച് ഓർമ്മകളുടെ തീവ്രത കുറയ്ക്കാൻ സാധിക്കുന്നു. പരീക്ഷണങ്ങളിൽ ഈ രീതി ഉപയോഗിച്ചവർക്ക് വിഷമകരമായ ഓർമ്മകളുടെ വൈകാരിക ഭാരം ഗണ്യമായി കുറഞ്ഞതായി കണ്ടെത്തി. ഭാവിയിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള അവസ്ഥകൾക്ക് ഇത് ഒരു വഴിത്തിരിവാകുമെന്നാണ് ഗവേഷകർ പ്രതീക്ഷിക്കുന്നത്.